ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കോഴിക്കോട് ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ കൂടെ പോകുന്നുള്ളൂ. നമുക്ക് എല്ലാ വിശേഷങ്ങളും പങ്കുവെച്ചിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴയാണ്, നല്ല മഴയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ് എല്ലായിടത്തും. അപ്പോൾ മഴ ഇപ്പം കുറച്ചൊരു ആക്കുണ്ട്. ആ സമയത്ത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചായ കൂടി കഴിഞ്ഞിട്ട് നമ്മൾ 6 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടതാണ്. ഇപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തുമെന്ന് വിചാരിക്കണത്. ഇപ്പം നല്ല മഴയാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ല മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ നീറ്റ് പോകുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ രാവിലെ നീറ്റ് പോന്നാൽ വല്ലാതെ വണ്ടിത്തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ വിചാരിച്ചത്. കണ്ടില്ലേ, പുഴ ഇതാ നിറഞ്ഞൊഴുകാണ് കേട്ടോ. നല്ല വെള്ളമാണ്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് വീഡിയോസ് ഒന്ന് എടുത്ത് മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്ന സമയത്തുള്ള പുഴയുടെ അവസ്ഥയാണിട്ടത്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ ഞങ്ങൾ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ജ്യോതിയേട്ടനൊരു കണ്ണട വയ്ക്കണം എന്നൊരാഗ്രഹം കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ണടയൊക്കെ എടുത്തിട്ട് കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ട് ജ്യോതിയേട്ടൻ വയ്ക്കാൻ പോവുകയാണ്. ഗേസ്, നീ കണ്ടോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ണട വെച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കുന്നത് പറയണം കേട്ടോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക ചെയ്യാത്തവർ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കൊടുത്തേ. അപ്പോൾ അതാ ചിരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്താനായിട്ടില്ല. ഇപ്പം നമ്മൾ പോയിട്ട് നമ്മൾ വൈകുന്നേരത്തേക്ക് തന്നെ തിരിച്ച് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ പോക്ക്. അപ്പോൾ ഇപ്പം നമ്മൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ഈ സ്ഥലം എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് മെഡിക്കൽ കോളേജാണ്. മെഡിക്കൽ കോളേജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ കേട്ടോ. അപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിലൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നല്ല മഴ തന്നെയാണ് കേട്ടോ. മഴക്കാലമല്ലേ അല്ലേ? മഴക്കാലമല്ലേ മഴയല്ലേ, പൂക്കാലമല്ലേ പൂക്കളല്ലേ. ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഹൈലൈറ്റ് മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹൈലൈറ്റ് മാളിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ അവിടെ ഓപ്പൺ ആയിട്ടില്ല. 9:30 ആകുമ്പോഴാണ് ഓപ്പൺ ആവാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 9 മണിയായപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ജസ്റ്റ് വണ്ടി ഒന്ന് നിർത്തിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ വണ്ടി അവിടെ എത്തിയപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു 9:30 ഓപ്പൺ ആവുള്ളൂ, അപ്പോഴേ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മളിവിടെ വണ്ടി നിർത്തിയിടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇതാ നല്ല വണ്ടിത്തിരക്കൊക്കെയാണ് കേട്ടോ. രാവിലെ ആവേണ്ട ജോലിക്ക് പോണ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ തിരക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ടിട്ട് വണ്ടി ഇവിടെ ഒതുക്കി നിർത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഒതുക്കി നിർത്താൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ മുന്നിലാണ് കേട്ടോ. ഹൈലൈറ്റ് മാൾ ഇതാ നമ്മൾ പുറത്തുനിന്ന് എടുത്ത വീഡിയോസാണ് കേട്ടത്. അതിൻ്റെ അടുത്ത് കണ്ട് ഇതിൻ്റെ അപ്പാർട്ട്മെൻറ്റുകളും എല്ലാം ഉണ്ട്. ബിൽഡിങ്ങുകളുടെ ഉയർച്ച നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയോടും. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഇത്ര ഉയരത്തിലുള്ള ബിൽഡിങ്ങുകളൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മളിതൊക്കെ കണ്ട് ഇവിടെ ജസ്റ്റ് നിർത്തി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 9:30 ആവണ സമയം വരെ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മളിവിടെ ഉള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഹൈലൈറ്റ് മാളാണ് കേട്ടോ. ഇതാണ് നമ്മളിവിടെ പുറത്തുനിന്ന് റോഡിലൂടെ ആണല്ലേ വണ്ടി തിരക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ നിന്നിട്ട് ഇതാ റോഡിൻ്റെ മേൽപ്പാലത്തിൻ്റെ കീഴിലൂടെയുള്ള വണ്ടികൾ വരുന്നതൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഹൈലൈറ്റ് മാൾ തുറക്കുന്നതിന് മുന്നേ തന്നെ ആൾക്കാർ ഇവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്നും നമുക്കറിയില്ല. നമ്മളും തന്നെ ആകാംക്ഷയിലാണ്. ആൾക്കാർ ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു ദിവസം തന്നെ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ മാസത്തിലൊരിക്കലൊക്കെ ഇവിടെ ഇറങ്ങുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അങ്ങനെ പോകാമെന്നുള്ള മട്ടിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ നമ്മൾ മൺകൂനല്ലേ, ആ ഒരു ഫീലിങ്സ് ആയിട്ട് എനിക്ക് തോന്നിയത്. അതാണ് മണ്ണിൻ്റെ കളറുള്ള എന്താ ചുമരുകളും അങ്ങനെയുള്ള ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നമ്മളെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ പോകുമ്പോൾ കാണുമ്പോൾ നല്ലൊരു രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ കേട്ടോ. ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ കാണാൻ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അതുകൊണ്ട് നമുക്ക് എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല. ഹൈലൈറ്റ് മാളിൽ നമ്മൾ കുറേ മാളുകളിലൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതിൻ്റെ ഉയരം കണ്ടില്ലേ, നല്ല ഉയരമൊക്കെ ഉണ്ട്. കുറേ തട്ടുകളായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി പോന്ന് നോക്കാം. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, എൻ്റെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കയറി നോക്കാം അല്ലേ. അപ്പം നമ്മളിതാ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയിട്ടോ.
അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് കാണുന്നത് സിനിമ പോസ്റ്ററുകളാട്ടോ. അപ്പോൾ ഇത് ഒരുപാട് വണ്ടികളൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിലൂടെ എങ്ങനെ പോയി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതമായിട്ടോ എനിക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ തന്നെ ഇത്രയും സ്ഥലം കാണുമ്പോൾ നമുക്ക് ഇത് കണ്ടില്ലേ, ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടത് നമ്മൾ കണ്ടിട്ടോ. നല്ല അങ്ങനത്തെ ബൈക്കല്ലേ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ജ്യോതിയായിട്ട് നമ്മൾ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അന്നുതാ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ അമ്മായി വന്നിട്ടുണ്ട്, അബുദാ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാളും കൂടെ എളുപ്പം പോകണ്ടേ കേട്ടോ എന്ന് ചോദിച്ചാൽ ആൺകുട്ടികളല്ലേ. അപ്പോൾ അവർക്ക് വണ്ടി കണ്ടപ്പോൾ ബൈക്കിൻ്റെ എന്തോ മോഡലൊക്കെ കണ്ടപ്പോൾ അവർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടെ മുന്നിൽ പോയിട്ട് അപ്പോൾ നമ്മൾ അവരെ ബാക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നും കൂടെ ഇവരെ വണ്ടിപ്രേമം പറഞ്ഞിട്ട് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ വാതിൽ തുറന്ന് കിടക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് വൈകുന്നേരത്തിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നമ്മളിതാ കയറിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ ഗൈസ്. ഇങ്ങോട്ട് നോക്കാൻ ആകെ മുന്നിക്ക്. അപ്പം നമ്മളിതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഹൈലൈറ്റ് മാളിലെ ഷോപ്പിങ്ങും കാഴ്ചയൊക്കെ കാണൽ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിതാ ആദ്യം നമ്മൾ പോയപ്പോൾ ഇതൊക്കെയാട്ടോ കണ്ടത്. ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ടോ. ഇലക്ട്രോണിക് സാധനങ്ങളുള്ള സെക്ഷനിലേക്കാട്ടോ ആദ്യം പോയത്. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് കാണാമെന്ന് എഴുതിയിട്ട് തന്നെയാണ് പോയത്. വാങ്ങാനൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല, എന്തായാലും പറ്റുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതാ എന്നത്തെയും പോലെ തന്നെ കുഞ്ചു നമ്മളൊരു വണ്ടിയിൽ അങ്ങോട്ട് ഇരുത്തിട്ടോ. അവളെ രീതിക്ക് പറയുകയാണെങ്കിൽ വണ്ടിയിൽ തന്നെ. അപ്പോൾ നമ്മളിതാ അവളെയും കൊണ്ട് ഇങ്ങനെ ഉരുട്ടി പോവാട്ടോ, അല്ലെങ്കിൽ അവളെ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ ചെയ്യൽ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇതാ അവളെ കയറ്റിയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിവിടെ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചാലൊന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ജ്യോതിയേട്ടന് ഭയങ്കര വിശപ്പ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ അങ്ങോട്ട് ഇരുന്നു. എന്താ രസമാലി വീട്ടിൽ എന്താ ഇത് ഗുലാബ് ജാമുൻ. ഗുലാബ് ജാമുൻ ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, മഞ്ഞ കലർന്നിട്ട് എല്ലാതും. അപ്പോൾ നല്ല രസമുണ്ട്. ഇത് നമ്മളെ വറുത്ത ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് അതിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുഡ് ഐറ്റംസിലാണ് നമ്മൾ ഇരിക്കുന്നത്, ഫുഡിൻ്റെ സെക്ഷനിലാണ് കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ സെക്ഷനിൽ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ പല വിധങ്ങളാണ് കേട്ടോ കാണുന്നത്. നമ്മൾ കാണാത്ത ഐറ്റംസൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് കണ്ട് നോക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകണമെന്നും വാങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. വാങ്ങിയിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് കഴിക്കാനുള്ള സെക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടേക്ക് കയറുന്നതിന് മുന്നേ നമ്മൾ ഇവിടെ കേട്ടോ ബില്ലൊക്കെ കൊടുക്കേണ്ട സ്ഥലം. അപ്പോൾ നമ്മളവിടെ ഞങ്ങളിവിടെ അകത്തോട്ട് കയറി ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ കഴിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഗേസ്. അപ്പോൾ നമ്മൾ രാവിലെ പോന്നപ്പോൾ പുട്ടും കടലയൊക്കെ കഴിച്ചിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ കുഞ്ചൊന്നും കഴിച്ചിട്ടില്ല, രാവിലെ ആയതുകൊണ്ട് അവളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അവളിതാ കുബൂസ് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കഴിക്കുന്നുണ്ട് അവൾ. അപ്പോൾ ഞങ്ങൾ ബ്രോസ്റ്റാണ് കഴിക്കുകയാണ്, ഞാനും അന്നും ആകും കൂടെ. ജ്യോതിയേട്ടൻ കഴിക്കണില്ല കേട്ടോ ചിക്കന്, പിന്നെ അമ്മായിക്കും ചിക്കന് കഴിക്കാറില്ല. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ ബ്രോസ്റ്റ് കഴിച്ചു.
കുഞ്ചും തന്നെ ചിക്കനൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടന്നിരിക്കിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കുഞ്ചിപ്പോഴും ഈ ട്രോളിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചക്കറീൻ്റെ സെക്ഷനിലേക്ക് അവിടെ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടോ. അപ്പോൾ തക്കാളി അങ്ങനെയുള്ള സാധനങ്ങൾ, വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങൾ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നാളെ വാങ്ങിയതാണ്, അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ സമയം നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു ദിവസത്തെ അതിലേക്ക് നമ്മൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്കാട്ടോ എത്തിയത്. ഫ്രൂട്ട്സ് എല്ലാവിധ ഫ്രൂട്ട്സുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, തണ്ണിമത്തൻ, ഓറഞ്ച്, പിന്നെ കമ്പെന്ന് പറയും, അതുണ്ട്. അപ്പോൾ ഞാനിത്തിരി തക്കാളിയാണ് കേട്ടോ ഒന്ന് പച്ചക്കറി സെക്ഷനിൽ നിന്ന് എടുത്തത്. ഇത് കണ്ടില്ലേ, ഇത് ഫ്രഷൻ ഫ്രൂട്ട് എന്നാണ് ഇവിടെ പറയുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പനി കൗണ്ട് കുറയണതിനൊക്കെ ആൾക്കാർ തിരഞ്ഞ് നടക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിച്ചാൽ, നമ്മളെ വീട്ടിലുണ്ട് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് ഫ്രഷൻ ഫ്രൂട്ട് ഉണ്ടോ എന്നൊക്കെ. അത് കൗണ്ടിൻ്റെ കൂടാനുള്ളൊരു മരുന്നാണെന്നാണ് പറയണത്. അപ്പോൾ എല്ലാവരും അത് ചോദിച്ചിട്ട് കാണുമ്പോൾ ഒക്കെ ചോദിച്ച് വാങ്ങിക്കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അത് കുടിച്ചാൽ കൗണ്ട് കൂടുതലുണ്ടെന്നാണ് നമ്മളെ അറിവ് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ചുവിനിതാ കുറച്ച് സാധനം വാങ്ങിയിട്ട് നമ്മൾ അവളെയും കൊണ്ടിട്ട് കാറിൽ വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ജ്യോതിയേട്ടനും അവവും കൂടെ പോയിട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടില്ല. അപ്പം ഞാൻ അങ്ങോട്ടാട്ടോ പോണത്. പിന്നെ നമ്മൾ ആദ്യം കയറിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ സ്റ്റുഡിയോയിലാട്ടോ. അന്നുവിന് എപ്പോഴും സ്റ്റുഡിയോ പോകണം എന്നുള്ളൊരിതാണ്. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഡ്രസ്സ് എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല, വാങ്ങിയാലും മതിയാവില്ല അല്ലേ. ഒരു 2-3 ഡ്രസ്സ് എടുത്താൽ പറഞ്ഞ് ഇപ്പോഴൊന്നും വാങ്ങില്ല എന്ന് പറയില്ലേ. പക്ഷെ നമ്മൾ അടുത്ത ഡ്രസ്സ് കാണുമ്പോൾ വീണ്ടും നമ്മൾ വാങ്ങും. അപ്പോൾ ഇവിടെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ചെരുപ്പിൻ്റെ സെക്ഷനിലൊക്കെ നോക്കുകയാണ്. ചെരുപ്പിന് ഇതിന് കുറഞ്ഞ റേറ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ 399 രൂപ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അഗോൻ്റെ ഷൂ ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് വെള്ളം നനയ്ക്കാനൊക്കെ പറ്റുന്ന ഷൂ ആണ്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എനിക്കും യൂസ് ചെയ്യാം, അപ്പോൾ ഓന് യൂസ് ചെയ്യാം, ചേച്ചിക്ക് യൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങണത്. അവൻ തരുമോ അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ പോയത് ഇവിടെ ഗെയിം ഉണ്ട്. അപ്പോൾ അവിടേക്കൊന്ന് പോയിട്ടോ. അവിടെ നല്ല നമ്മുടെ വെറൈറ്റി ഗെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നിലും നമ്മൾ കയറിയിട്ടില്ല കേട്ടോ, ഒരു ഗെയിമിലും. അപ്പോൾ കുഞ്ചുവിന് കയറ്റിയിട്ടൊന്നുമില്ല. നമ്മളൊന്ന് കണ്ടപ്പോൾ വെളിച്ചം ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കളർഫുള്ളായിട്ടുള്ളൊരു ഗെയിമിങ് ഏരിയ ആണിത്. അപ്പോൾ നമ്മൾ അതിലൂടെ ഒന്ന് നടന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളതിലൊന്ന് കയറി ഇറങ്ങാമെന്ന് മാത്രം വിചാരിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളതിലൊന്ന് കയറിയിട്ടുണ്ട്. ഇപ്പം നമ്മളിതാ കുഞ്ചുവിനെ ജ്യോതിയേട്ടൻ തട്ടാറുകുട്ടി കയറ്റിയിട്ടുണ്ട് കേട്ടോ. തട്ടാറുകുട്ടി കയറ്റിയെന്ന് പറഞ്ഞാൽ പുറത്ത് കയറ്റിട്ടോ, നമ്മളത് അങ്ങനെയൊക്കെ പറയാം. ഇപ്പോൾ കുഞ്ചുവിന് വണ്ടി കയറുമ്പോൾ ജസ്റ്റ് അവളൊന്ന് കയറ്റി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആകെ ക്ഷീണിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അറിയോ, നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ട് ഒരു ഐസ്ക്രീമിൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി കേട്ടോ. സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ അല്ല, ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുഴങ്ങി ക്ഷീണിച്ച് അവിടെ ഇരുന്നു കേട്ടോ, ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കി, ഒന്നും വാങ്ങിയൊന്നുമില്ല, ഐസ്ക്രീം കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ മഞ്ഞയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടോ. ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നമ്മൾ യാത്ര തിരിക്കുകയാണ് കേട്ടോ. ഹൈലൈറ്റ് മാളിലുള്ള സമയം നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ കുറേ കറങ്ങി നടന്നു കേട്ടോ കോഴിക്കോട്. എവിടെ കയറണം എന്നുള്ള സംശയത്തിൽ നമ്മൾ പിന്നെ സാഗർ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് കയറിയത്.
അവിടുന്ന് ഫുഡൊക്കെ വെച്ച് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി നമ്മൾ യാത്ര അവസാനിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ യാത്ര എല്ലാവരും കണ്ട് കമൻറ്റ് ലൈക്കൊക്കെ തരുന്ന സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണേ. താങ്ക്